എന്താണ് ബിറ്റ്കോയിൻ എന്നുള്ളതാണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വെർച്വൽ കറൻസി ആയിട്ടാണ് ബിറ്റ്കോയിൻ വന്നിരിക്കുന്നത്. അതൊരു പിയർ ടു പിയർ നെറ്റ്വർക്കിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പം ആർക്ക് വേണമെങ്കിലും ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ ഒരു അംഗമാവാം. നമുക്കൊരു കമ്പ്യൂട്ടർ മാത്രം മതി. കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് അതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കമ്പ്യൂട്ടറിനെ നോഡെന്ന് പറയും. അപ്പോൾ നമ്മൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ബിറ്റ്കോയിൻ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ആ നെറ്റ്വർക്കിൽ ഒരു നോഡ് ആവുകയാണ് ചെയ്യുന്നത്. ആ നോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള മൈനിങ് ചെയ്യാനുള്ളത്. ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുന്നത് ഈ നോഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ബിറ്റ്കോയിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് എല്ലാം പബ്ലിക്കലി വ്യൂവബിൾ ലെഡ്ജേഴ്സ് ആണ്. എന്ത് ട്രാൻസാക്ഷൻ ആ നെറ്റ്വർക്കിൽ നടക്കുന്നോ അതെല്ലാം എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പം ഒരു ട്രാൻസാക്ഷൻ ഒരു കോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാൻസാക്ഷൻ എത്ര രൂപയാണ് അയച്ചത്, എത്ര രൂപ അയാളുടെ ബാലൻസിൽ എത്ര രൂപ ഉണ്ടെന്ന് വരെ അറിയാൻ പറ്റും. പക്ഷേ അത് ആരുടെ വാളറ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരായിരിക്കണം നമുക്ക് ആ പൈസ അയക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര ബിറ്റ്കോയിൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ ലെഡ്ജേഴ്സ് എല്ലാം പബ്ലിക്കലി വ്യൂബിൾ ആണ്. ലെഡ്ജർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാങ്ക്സിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതായത് വരുന്ന പൈസയും പോകുന്ന പൈസയും എഴുതിയിടുന്നതാണ് ബേസിക് ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ അതേ സിസ്റ്റം തന്നെ പബ്ലിക്കലി വ്യൂവബിൾ ആയിട്ടാണ് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിൽ അത് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻസി 100% ആണ് ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻസിലെല്ലാം. ഒന്നും രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലല്ല ബിറ്റ്കോയിൻ വെച്ചേക്കുന്നത്. 100% ട്രാൻസ്പെറൻറ്റ് സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കമ്പ്യൂട്ടർ അതിനകത്ത് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മളതിനെ നോഡെന്നാണ് വിളിക്കുന്നത്. അത് നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ അറിയേണ്ട ഒരു വാക്കാണ്. ഓക്കെ, അപ്പം ബിറ്റ്കോയിനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും പബ്ലിക്കലി വ്യൂവബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ആ നെറ്റ്വർക്കിൽ റിയൽ ടൈമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഡിഫറൻസിൽ എല്ലാ ട്രാൻസാക്ഷൻസും പബ്ലിക്കലി വ്യൂവബിൾ ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മൈനേഴ്സാണ് ഇത് കളക്ട് ചെയ്യുന്നത്. അതൊരു ഗ്രൂപ്പ് ആക്കിയിട്ട് അത് ഒരു ബ്ലോക്കിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലോക്കിലോട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ബാങ്കിൻ്റെ ലെഡ്ജർ ഒരിക്കലും നമ്മൾ ആസ് ആൻ ഇൻഡിവിജ്വൽ എനിക്ക് പോയി കാണാൻ പറ്റത്തില്ല. അത് അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കാണുമായിരിക്കും, അവരുടെ ബാങ്കിൻ്റെ അകത്തുള്ള ആൾക്കാർ, അവരുടെ ജോലി ചെയ്യുന്നവർക്ക് കാണാൻ പറ്റുമായിരിക്കും. പക്ഷേ ICICI ബാങ്കിൻ്റെ റെക്കോർഡ് ഒരിക്കലും SBI ബാങ്കിന് പോലും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ബാങ്കിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. പക്ഷേ ബിറ്റ്കോയിനിൽ അങ്ങനെയല്ല. എന്ത് ട്രാൻസാക്ഷൻസും ആർക്കും കാണാൻ പറ്റും. ഇൻ്റർനെറ്റിലൂടെ ആർക്കും നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നടക്കുന്നതെന്ന് പബ്ലിക്കലി കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇത് ഒരു കൺട്രിയോ ഒരു കമ്പനിയോ ഒരാളോ ഒന്നും ഈ നെറ്റ്വർക്കിനെ ഓൺ ചെയ്യുന്നില്ല. ഇതെല്ലാം ഓൺ ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സാണ്. ഒരുപാട് നോഡ്സിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നോഡുകളിലാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഡാറ്റ ആരുടെയും സ്വന്തമല്ല, എന്നാൽ എല്ലാവരുടെയും സ്വന്തമാണ്. ആ ഒരു രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ പേര് തന്നെ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ എന്നാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ബിറ്റ് കോയിൻ, ഇപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഇന്നത്തെ ദിവസത്തെ വില അനുസരിച്ച് ഏകദേശം ഒരു $30,000 ആണ് ഒരു ബിറ്റ് കോയിന് പ്രൈസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ബിറ്റ് കോയിൻ മേടിക്കണമെങ്കിൽ ഏകദേശം $30,000 നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പലർക്കും ഉള്ളത്. $30,000 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25 ലക്ഷം രൂപ വില വരും. പക്ഷേ നമ്മുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിലും നമുക്ക് ബിറ്റ് കോയിൻ മേടിക്കാം. അതാണ് ബിറ്റ് കോയിൻ. ആ കോയിൻ നമുക്ക് ബിറ്റായിട്ട് മേടിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് 100 രൂപയ്ക്ക് വരെ ബിറ്റ് കോയിൻ മേടിക്കാം. ഈ ബിറ്റിൻ്റെ ആ കോയിൻ്റെ വളരെ ബിറ്റായിട്ട് ഒരു ടൈനി ഫ്രാക്ഷൻ നമ്മൾക്ക് കിട്ടും. 100 രൂപ വിലയുള്ള ആ ഒരു ബിറ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് അതിന് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. അതിന് ആ ഏറ്റവും ചെറിയ യൂണിറ്റ് നമ്മൾ സറ്റോഷി എന്നാണ് വിളിക്കുന്നത്. അത് സറ്റോഷി നൊക്കമോട്ടോയുടെ പേരിൽ തന്നെയാണ് അത് അറിയപ്പെടുന്നത്. അതിന് നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റിൻ്റെ സറ്റോഷീസ് ആണ്. ഒരു ബിറ്റ് കോയിനിൽ ഏകദേശം 100 മില്യൺ സറ്റോഷീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ബിറ്റ് കോയിൻ്റെ കണക്ക് വരുന്നത്. ഒരു BTCക്ക് ഏകദേശം $1 മില്യൺ ആവണമെങ്കിൽ ഒരു ബിറ്റിന് ഏകദേശം 10 സെൻസ് വരണം. ഇതെല്ലാം ഡോളർ ടേംസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ മാത്രമേ ഒരു BTC 1 മില്യൺ ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് പലർക്കുമുള്ളൊരു സംശയമാണ്, എന്താണ് ബിറ്റ് കോയിന് വാല്യൂ കൊടുക്കുന്നതെന്ന്. വൈ ഇസ് ബിറ്റ് കോയിൻ വാല്യൂബിൾ? ബിറ്റ് കോയിൻ്റെ ബേസിക് ട്രസ്റ്റ് പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു. ബേസിക് ആയിട്ടുള്ളത് ട്രസ്റ്റാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫാക്ടറായിട്ട് കാണുന്നത്. പിന്നെ ഉള്ളത് ട്രസ്റ്റ് ഇൻ കോഡ് എന്നാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അതായത് കോഡിലുള്ള ട്രസ്റ്റാണ്. അതൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ കോഡിൽ ആളുകൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ബിറ്റ് കോയിൻ സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. മാക്സിമം ഈ ലോകത്ത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് 21 മില്യൺ ആണ്. അതൊരു ഹാർഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊരിക്കലും മാറ്റാൻ പറ്റുന്നതല്ല. അത് 21 മില്യൺ ഹാർഡ് ലിമിറ്റാണ്. 21 മില്യൺ ബിറ്റ് കോയിൻസിൽ കൂടുതൽ ബിറ്റ് കോയിൻസ് ഉണ്ടാക്കാനേ പറ്റില്ല. ഓരോ 4 വർഷം കൂടുമ്പോഴും ബിറ്റ് കോയിൻ ഉണ്ടാക്കാവുന്നതിൻ്റെ കോംപ്ലക്സിറ്റി മാറിക്കൊണ്ടിരിക്കും. അതായത് കൂടുതൽ പാടായിക്കൊണ്ടിരിക്കും. ആദ്യത്തെ സമയത്ത് ബിറ്റ് കോയിൻ മൈൻ ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, ഒരു ബിറ്റ് കോയിൻ ആ സമയത്ത് നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ച് കിട്ടാൻ മൈൻ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ മൈൻ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഇരട്ടി ഇൻവെസ്റ്റ്മെൻറ്റും ഇരട്ടി കമ്പ്യൂട്ടിംഗ് പവറും ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കുഴപ്പമല്ല, ആ സിസ്റ്റം അങ്ങനെ തന്നെയാണ് അത് ഡിവൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 21 മില്യൺ എന്ന് പറയുന്ന ഹാർഡ് ലിമിറ്റ്
ആയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ബിറ്റ് കോയിൻ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ബിറ്റ് കോയിൻ വാല്യൂ വരുന്നത്. ബേസിക്കലി സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും. 21 മില്യൺ ആൾക്കാരുടെ കയ്യിൽ ഓരോ ബിറ്റ് കോയിൻ വെച്ച് മേടിച്ചാൽ തന്നെ 21 മില്യൺ ആൾക്കാർക്കേ ഒരു ബിറ്റ് കോയിൻ വെച്ച് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മളുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി കൂടും, കാരണം സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ബിറ്റ് കോയിൻ വളരെയധികം പ്രൈസ് ഇൻ ഫ്യൂച്ചർ ഉണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടാനുള്ള ഒരു പ്രധാന കാര്യം. എല്ലാ കമ്മോഡിറ്റിയും പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് ഡിമാൻഡാണ്. ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് പ്രൈസ് വരുന്നത്. അപ്പം ഡിമാൻഡിൽ കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടും. അത് ബേസിക് എക്കണോമിക്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ബിറ്റ് കോയിൻ വാല്യൂ കൊണ്ടുവരുന്നത്. അതൊരു പ്രധാന റീസൺ തന്നെയാണ്. അപ്പോൾ 21 മില്യൺ ബിറ്റ് കോയിൻ വരെ നമുക്ക് മൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എക്സിസ്റ്റൻസിൽ ഉണ്ടാകത്തുള്ളൂ 21 മില്യൺ വരെ. അപ്പോൾ ബിറ്റ് കോയിൻ്റെ സപ്ലൈ 19th മില്യൺ ബിറ്റ് കോയിൻ April 1, 2022 19th മില്യൺ ബിറ്റ് കോയിൻ മൈൻ ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്ക് സർക്കുലേഷനിൽ വന്നത്. ഇപ്പോൾ 2022 April 1 19th മില്യൺ മൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ 2140 മാത്രമേ ഈ 21 മില്യൺ ബിറ്റ് കോയിൻസ് മൈൻ ചെയ്ത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ആ രീതിയിലാണ് സിസ്റ്റം വർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം എഴുതിയിരിക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ ഈ സ്ലൈഡ് നമ്മൾ കാണുന്നത് ബിറ്റ് കോയിൻ ഹാൽവിങ്ങിൻ്റെ ഒരു ഗ്രാഫാണ്. അതായത് ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ബിറ്റ് കോയിൻ്റെ മൈൻ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി മാറുന്നത്. അതിപ്പം 2009 തുടങ്ങി 2013 വരെ തീരുന്ന ഒരു ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് നമുക്ക് ഏകദേശം ഒരു ബ്ലോക്കിൽ 50 BTC വരെ മൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. 50 BTC ഒരു ബ്ലോക്കിൽ മൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് 2013 കഴിഞ്ഞുള്ള 4 വർഷത്തിൽ അത് 25 BTC മൈൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത 4 വർഷത്തിൽ 12.5 BTC മാത്രമേ ഒരു ബ്ലോക്കിൽ മൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ മൈൻ ചെയ്യുന്ന BTC സപ്ലൈ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറഞ്ഞു വരുമ്പോഴാണ് 2140 ആകുമ്പോഴത്തേക്ക് 21 മില്യൺ ബിറ്റ് കോയിൻസും കംപ്ലീറ്റ്ലി മൈൻഡ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ബിറ്റ് കോയിൻ എന്തുകൊണ്ടാണ് വാല്യൂബിൾ എന്നുള്ളത്. അത് തന്നെ ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. ഇതൊരു നമ്മൾ സ്വർണം മേടിച്ചിട്ട് സ്വർണ്ണത്തിൽ ആക്ച്വലി ഭയങ്കര ഒരു റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. ഒരു ലിക്വിഡ് ക്യാഷ് പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റിയാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിറ്റ് കോയിനും ആ ഒരു കാറ്റഗറിയിലാണ് ബിറ്റ് കോയിൻ കൂടുതലും സെല് ചെയ്യപ്പെടുന്നത്. ഒരു ട്രീറ്റഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ഗോൾഡ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഗോൾഡിന് ഇത്രയും വില വരാനുള്ള കാര്യം തന്നെ അതിന് സപ്ലൈ കുറവാണ്. നമ്മളുടെ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും വരുന്നത് കൊണ്ടാണ് ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതെന്ന് ഉള്ള സങ്കല്പത്തിൽ തന്നെ ബിറ്റ് കോയിൻ 21 മില്യണേ ഈ ലോകത്തിൽ എക്സിസ്റ്റൻസിലുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വാല്യുബിൾ ആയിരിക്കും എന്നുള്ള ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ ബിറ്റ് കോയിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഗോൾഡ് എന്നുള്ള രീതിയിലാണ് ബിറ്റ് കോയിനെ ആളുകൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഏതൊരാൾക്കും നിസ്സാരമായിട്ടും മേടിക്കാൻ പറ്റും എന്നുള്ളൊരു ഗുണമാണ്. 100 രൂപയ്ക്ക് വേണമെങ്കിൽ 100 രൂപയ്ക്ക് മേടിക്കാം, 500 രൂപയ്ക്ക് വേണമെങ്കിൽ 500 രൂപയ്ക്ക് മേടിക്കാം. അങ്ങനെ വളരെ താഴ്ന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ പോലും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിളിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിലേക്ക് ഒരു സാധാരണ വ്യക്തിക്ക് വരെ മേടിക്കാം എന്നുള്ളതാണ് ബിറ്റ് കോയിൻ്റെ രണ്ടാമത്തെ വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. മീൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ ഗോൾഡായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. പിന്നെ സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസുകൾ മേടിക്കാം, സാധനങ്ങൾ മേടിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്നുണ്ട്. അതൊന്നും പബ്ലിക്കലി പുറത്ത് വരുന്നില്ലെങ്കിലും ഇന്ത്യയിൽ തന്നെ ഗുഡ്സിനും സർവീസസിനും ഒക്കെ വേണ്ടി നമ്മൾ ബിറ്റ് കോയിൻ അയക്കാറുണ്ട്. ബിറ്റ് കോയിൻസും അതർ ഫോംസ് ഓഫ് വെർച്വൽ കറൻസീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ബിറ്റ് കോയിന് കുറേ ലിമിറ്റേഷൻസും ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിറ്റ് കോയിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. ബിറ്റ് കോയിൻ എപ്പോഴും ഒരു ഗോൾഡായിട്ട് ട്രീറ്റ് ചെയ്യുന്നെങ്കിലും ആക്ച്വലി ബിറ്റ് കോയിന് വേറൊരു യൂട്ടിലിറ്റിയും ഇല്ല. ഒരു കറൻസി എന്നുള്ള രീതിയിൽ നമുക്കത് ഒരിക്കലും ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ 100 രൂപയ്ക്ക് ബിറ്റ് കോയിൻ മേടിച്ചു. മാർക്കറ്റ് ഇപ്പം ബെയർ മാർക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് കിട്ടത്തില്ല. പക്ഷേ നല്ലൊരു ബുൾ മാർക്കറ്റിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ 100 രൂപയ്ക്ക് മേടിക്കുന്ന ബിറ്റ് കോയിൻ ചിലപ്പോൾ നമുക്ക് 110 രൂപയാവും. നമ്മൾ അയക്കുമ്പോൾ 110 രൂപയായിരിക്കും. നമ്മൾ ആക്ച്വലി 10 രൂപ കൂടുതലായിരിക്കും അയച്ചു കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്നത്. തിരിച്ചും സംഭവിക്കാം. നമ്മൾ ബെയർ മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് മേടിക്കുന്നു, അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ 80 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ 90 രൂപയ്ക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതൊരു കറൻസി പോലല്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ 500 രൂപ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ 500 രൂപ തിരിച്ച് തന്നാൽ മതി. അതൊരിക്കലും ഞാൻ നിങ്ങൾക്ക് തിരിച്ച് തരുമ്പോൾ അത് 510 490 ആവത്തില്ല. പക്ഷേ ബിറ്റ് കോയിൻ അങ്ങനെ ആവും, അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കറൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോരായ്മ അതിനുണ്ട്. അതാണ് ഒരിക്കലും അതൊരു കറൻസി അല്ല. അതുകൊണ്ടാണ് അത് സ്റ്റോർ ഓഫ് വാല്യൂ എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. നമ്മൾ സ്വർണ്ണം പോലെ തന്നെ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ മാസ് അഡോപ്റ്റ് ചെയ്യാൻ, അതായത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഏതൊരു ടെക്നോളജിയും ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. മാസ് അഡോപ്ഷന് ഇതിനിപ്പം ഏറ്റവും വലിയ ഹേർഡിൽ എന്ന് പറയുന്നത് 5 ട്രാൻസാക്ഷൻസ് ആണ് ഇതിൻ്റെ TPS എന്ന് പറയുന്നത്.
അതായത് ഒരു സെക്കൻഡിൽ ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡാണ് TPS എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ 5 ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റത്തുള്ളൂ. അതൊരു വലിയ ഹേർഡിലാണ്. കാരണം ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുമ്പം ഒരു സെക്കൻഡിൽ 5 ട്രാൻസാക്ഷൻസ് നടക്കാൻ പറ്റത്തില്ല. നമുക്കിത് വളരെ എളുപ്പം കമ്പയർ ചെയ്യണമെങ്കിൽ നമ്മുടെ കാർഡുണ്ട്, വിസ കാർഡ്, മാസ്റ്റർ കാർഡ് എന്നൊക്കെ പറയുന്ന ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ്. ആ വിസ കാർഡ് ഒരു സെക്കൻഡിൽ 60,000 ട്രാൻസാക്ഷൻസ് ട്രാൻസാക്ട് ചെയ്യും. അതാണ് ഹയസ്റ്റ്. 60,000 ട്രാൻസാക്ഷൻസ് ഒരു സെക്കൻഡിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും വിസയ്ക്ക്. അങ്ങനെയുള്ള ടെക്നോളജി ഉള്ള സമയത്ത് ബിറ്റ്കോയിൻ്റെ 5 ട്രാൻസാക്ഷൻസ് ഒരു വലിയ ലിമിറ്റ് തന്നെയാണ്. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഒരു മൈനിൽ അത് റെക്കോർഡ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പബ്ലിക്കലി വരാൻ ഏകദേശം 10 മിനിറ്റ് എടുക്കും. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു പൈസ അയക്കുവാണെങ്കിൽ ഏകദേശം 10 മിനിറ്റോ, നെറ്റ്വർക്ക് കൺജഷൻ കൂടുതലാണെങ്കിൽ ഏകദേശം ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ എടുക്കാം ഈ പൈസ അല്ലെങ്കിൽ ഈ എമൗണ്ട് നിങ്ങളുടെ വാളറ്റിലേക്ക് എത്താൻ വേണ്ടി. ഞാൻ നിങ്ങൾക്ക് ഒരു ഗുഡ്സിനോ അല്ലെങ്കിൽ ഒരു സാധനത്തിനോ ഒരു സർവീസിനോ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ അയക്കുകയും നിങ്ങൾ എന്നെ പറ്റിക്കുകയും ചെയ്താൽ എനിക്കിത് തിരിച്ചെടുക്കാൻ യാതൊരു വഴിയും ഇല്ല. അത് തന്നെയാണ് ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് തോന്നാവുന്നൊരു കാര്യമേ ഉള്ളൂ, മെജോറിറ്റി ഓഫ് ദ കമ്പ്യൂട്ടേഴ്സ് ഒരാൾ ഹോൾഡ് ചെയ്യുമെങ്കിൽ മെജോറിറ്റി ഓഫ് ദ സപ്ലൈ ഓഫ് ദ ബിറ്റ്കോയിൻ അയാൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ഒരു സിനാരിയോയ്ക്കാണ് നമ്മൾ 51% അറ്റാക്ക് എന്നാണ് അതിന് പറയുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഒരുപാട് കമ്പ്യൂട്ടേഴ്സാണ് ഈ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഇപ്പം 1000 കമ്പ്യൂട്ടേഴ്സ് ചേർന്നിട്ടാണ് ഈ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ഏകദേശം 600 കമ്പ്യൂട്ടർ ഞാനാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ എനിക്കിതിൻ്റെ സപ്ലൈയെ കാര്യമായിട്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിയും. അതായത് 51%, 50% കൂടുതൽ നോഡ്സ് എൻ്റെ കീഴിൽ തന്നെ ആണെങ്കിൽ ആ കോയിൻ്റെ സപ്ലൈ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ 51% അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 51% അറ്റാക്ക് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്യുകയാണ് ബിറ്റ്കോയിൻ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സ് എല്ലാം 50% കൂടുതൽ 51% കമ്പ്യൂട്ടേഴ്സിനെ ഗവൺമെൻറ് തന്നെ നിയന്ത്രിക്കുക എന്നുള്ളത്. അങ്ങനെ ഗവൺമെൻറ് തന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് തന്നെ കൂടുതൽ ട്രാൻസാക്ഷൻ വാല്യൂ കിട്ടും. ഓരോ ബിറ്റ്കോയിനും ഗവൺമെൻറ്റിന് തന്നെ റവന്യൂ ആയിട്ട് കിട്ടും. ഈ കമ്പ്യൂട്ടേഴ്സിനെ കൂടുതലും കൺട്രോൾ ചെയ്യുന്ന ഗവൺമെൻറ് ഏജൻസി ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിലും 51% ഓഫ് ദ കമ്പ്യൂട്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുവാണെങ്കിൽ അവർക്ക് അതിൻ്റെ സപ്ലൈയും ഡിമാൻഡിനെയും നിയന്ത്രിക്കാൻ പറ്റും. അതാണ് 51% അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു വിഷയമായിരിക്കും അതങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ നോഡ്സ് എല്ലാം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ആർക്കും യാതൊരു ഐഡിയ ഉള്ള കാര്യങ്ങളല്ല. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരത്തിരുന്നൊരു നോഡ് കൺട്രോൾ ചെയ്യാം, നമ്മളെ വീട്ടിലായിരിക്കും. ആ നോഡ് നെറ്റ്വർക്കിൽ എവിടെയാണെന്ന് വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത് ലോകം മൊത്തവും സ്പ്രെഡായി കിടക്കുന്നൊരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരിക്കലും 51% കമ്പ്യൂട്ടേഴ്സിനെയും ഒരു ഏജൻസിക്കോ ഒരു ഗവൺമെൻറ്റിനോ കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇത് ടെക്നിക്കലി പോസിബിൾ അല്ലാത്തത്. ചെറിയ കോയിൻസിലെല്ലാം ഇത് ടെക്നിക്കലി പോസിബിൾ ആണ്. അത് നമ്മൾക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാവുന്നതാണ് അതെങ്ങനെയെന്നുള്ളത്.